നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവിനെ നീ ആത്മാർത്ഥമായി പ്രണയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് അവന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാ. എടി, അവനത് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ മുഖത്ത് നോക്കി അവനത് പറയുന്നില്ലെന്നേ ഉള്ളൂ. എപ്പോഴോ സ്നേഹിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ നിന്നോട് അവനത് പറയാനുള്ള മടിയുണ്ട്. സത്യമേ, വിഷ്ണുവേട്ടൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പേര് കാർത്തിക എന്നല്ലേ? അവളുടെ പേരിൽ ഞാൻ ബ്ലാങ്ക് ചെക്ക് എഴുതി തരാം. എന്റെ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരാൻ പറ്റുമോ ചോദിക്ക്. ശാലിനി, ഇവിടെ നീയും കാർത്തികയുമായി ഒരു മത്സരത്തിന്റെ വിഷയമൊന്നുമില്ല. വിഷ്ണുവിന്റെ ഇഷ്ടം അതാണ് പ്രധാനം. അവൻ ഏതോ ഒരു കാലത്ത് നിന്നെ ഇഷ്ടമായിരുന്നു. നിന്റെ ഒപ്പം ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പൊ ആ ഇഷ്ടമില്ല. നഷ്ടപ്പെടുത്തിയത് നീ തന്നെയാ, നീ മാത്രം. നീ ഇവിടേക്ക് വന്നപ്പോ ഒപ്പം കൊണ്ടുവന്ന ഒരു കുഞ്ഞില്ലേ, അത് തന്നെയാ. ലോകത്തൊരു പുരുഷനും മറക്കാനോ ക്ഷമിക്കാനോ പറ്റുന്നതല്ല അങ്ങനെയൊരു തെറ്റ്. സത്യമേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എടി, ഇല്ലായിരുന്നെങ്കിൽ നീ അത് തെളിയിക്കണമായിരുന്നു. ശാലിനി, ചുരുങ്ങിയ പക്ഷം വിഷ്ണുവിന്റെ മുന്നിലെങ്കിലും ആ രഹസ്യം അറിയാൻ വിഷ്ണു നിന്റെ മുമ്പിൽ യാചിച്ചു നിന്നിട്ടില്ലേ? അപ്പോഴും നീ ഒരു മറുപടി പറഞ്ഞില്ല. ഡി, ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. കാർത്തികയെ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ അവൻ പറഞ്ഞതാ. വിഷ്ണുവിന്റെ മനസ്സിൽ നീ ഇല്ല ശാലിനി, നീ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൻ മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരില്ലായിരുന്നു. 6 വർഷം 6 വർഷമാ അവൻ നിനക്ക് വേണ്ടി കാത്തിരുന്നത്. അവന് വേണമെങ്കിൽ ജീവിതാവസാനം വരെ കാത്തിരിക്കാമായിരുന്നു. അതല്ലെങ്കിൽ വേറൊരു വിവാഹത്തിന് മുതിരാതിരിക്കാമായിരുന്നു. ഇപ്പോഴവനൊരു വിവാഹം കഴിച്ചെങ്കിൽ അതിന് കാരണം നീ തന്നെയാ. നീ 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 ചെയ്ത വിശ്വാസവഞ്ചനയ്ക്ക് പ്രതികാരം ചെയ്യ. വിശ്വാസവഞ്ചനയോ? ഇത്രയും കാലം വിഷ്ണുവേട്ടനെ പ്രാണനായി നെഞ്ചോട് ചേർത്ത് പിടിച്ച ഞാൻ. ദേ ശാലിനി, ഇപ്പോഴും നിനക്ക് ആ പ്രണയവും സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടോ എന്റെ വിഷ്ണുവിനോട്? അവൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷവും വിഷ്ണുവേട്ടനോടുള്ള ഇഷ്ടം ഓരോ ദിവസവും കൂടുന്നതല്ലാതെ കടുകമണിയോളം പോലും കുറഞ്ഞിട്ടില്ല സത്യാമ്മേ. എങ്കിൽ നീ അത് തെളിയിക്കണം. തെളിയിക്കാൻ ഞാൻ എന്റെ ജീവൻ തരണോ? പറയേ. അത്രയൊന്നും നീ ബുദ്ധിമുട്ടണ്ട. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ദേ ഇതിലൊരു ചെറിയ ഒപ്പ്. ദേ, വിഷ്ണുവിനെ നീ ആത്മാർത്ഥമായി പ്രണയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് അവന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാ. എടി, അവനത് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ മുഖത്ത് നോക്കി അവനത് പറയുന്നില്ലെന്നേ ഉള്ളൂ. എപ്പോഴോ സ്നേഹിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ നിന്നോട് അവനത് പറയാനുള്ള മടിയുണ്ട്. എടി, അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്കൊപ്പം ഒരു സമാധാന ജീവിതം അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ കാർത്തികയുടെ മുന്നിൽ വെച്ച് നീ കെഞ്ചിയിട്ട് പോലും അവനൊരക്ഷരം പറയാതിരുന്നത്. ദേ, ശരീരത്തിൽ വളർന്നു പോയ ക്യാൻസർ മുറിച്ചു മാറ്റുമ്പോൾ വേദനയുണ്ടാവും. അത് വലിയ വേദനകൾ തടയാനുള്ള ഒരു മുൻകരുതലാ. നിന്റെ കാര്യത്തിൽ അവൻ അനുഭവിക്കുന്ന വേദന ഇപ്പൊ അതാ. മുറിച്ചു മാറ്റുമ്പോ വേദനിക്കോ എന്നൊരു ഭയം. ദേ, സത്യഭാമയായല്ല, വിഷ്ണുവിന്റെ അമ്മയായിട്ട് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ നിന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാമെന്ന് പറഞ്ഞ് അവന്റെ മുന്നിൽ കൂടെ തന്നെ ഞാൻ ഇറങ്ങിയത്. അതെ ശാലിനി, നീ ഒപ്പിട്ട അവനും ഒപ്പിടാന്ന് അവൻ എനിക്ക് വാക്ക് തന്നേക്കുവാ. അല്ലെങ്കിൽ തന്നെ നീ എന്തിനു ഭയപ്പെടണം? അവന്റെ ഒപ്പോ സമ്മതോ കൂടാതെ നിർബന്ധിച്ചു വാങ്ങാൻ കഴിയുന്നതല്ലല്ലോ ഡിവോഴ്സ്. നീ ഒപ്പിട്ടാ തന്നെ അവൻ ഒപ്പിടാതെ ഇത് നടക്കില്ല.
അപ്പോഴും നീ ഒപ്പിടാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവന് നിന്നോടുള്ള പ്രണയവും ഇഷ്ടമൊക്കെ മാറി പകരം അവന് നിന്നോടുള്ള വെറുപ്പ് നിറഞ്ഞോ എന്നുള്ള ഭയം മാത്രമാണ് കാരണം. അങ്ങനെ ഒരു ഭയം എനിക്കില്ല സത്യാമ്മേ. എങ്കിൽ നീ അത് തെളിയിക്ക് ശാലിനി. വിഷ്ണുവിനോടുള്ള പ്രണയം സത്യമാണെന്ന് തെളിയിക്കാം. വിഷ്ണുവേട്ടാ, ശാലിനിയെ കാണാനല്ലേ സത്യമ്മ പോയിരിക്കുന്നത്? ശാലിനി ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുക്കുമെന്ന് പേടിയുണ്ടോ? ഒരിക്കലുമില്ല. അല്ല, പിന്നെന്തിനാ ഇങ്ങനെ ടെൻഷൻ? ശാലിനിയുടെ ഒപ്പമായിട്ട് അമ്മ തിരിച്ചു വരുമോ? ശാലിനി ഒപ്പിടാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വിഷ്ണുവേട്ടാ? അതാണ് എന്റെയും പേടി. അമ്മയുടെ സ്യൂട്ട് കേസിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല. ഇക്കുറി അമ്മ എന്തിനും മടിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.